വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയെ എന്ന് വിളിച്ചതിനെതിരെ വിമർശനവുമായി ഡിവൈഎഫ്ഐ രംഗത്ത്. വെള്ളാപ്പള്ളിയുടെ പരാമർശം ശ്രീനാരായണ ധർമ്മത്തിന് എതിരാണെന്ന് ഇടത് യുവജന സംഘടന വ്യക്തമാക്കി. സമുദായ നേതാക്കൾ വർഗീയത പറയരുതെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. വെള്ളാപ്പള്ളിക്കെതിരെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും രംഗത്തെത്തിയപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളിൽ സർക്കാരും CPM-ഉം നിശബ്ദരായി നിൽക്കുമ്പോഴാണ് ഡിവൈഎഫ്ഐ വിമർശനവുമായി രംഗത്തു വരുന്നത്. മാധ്യമപ്രവർത്തകനെ വർഗീയവാദിയാക്കിയത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. വെള്ളാപ്പള്ളിയുടെ പരാമർശം ശ്രീനാരായണ ധർമ്മങ്ങൾക്ക് എതിരാണെന്നും ഡിവൈഎഫ്ഐ വ്യക്തമാക്കി. സമുദായ നേതാക്കൾ വർഗീയത പറയരുതെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവനയിൽ പറഞ്ഞു. മതസൗഹാർദ്ദം ഇല്ലാതാക്കി മനുഷ്യരെ അകറ്റാനുള്ള ശ്രമം കേരളം തള്ളിക്കളയണം. സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ളവർ വാക്കിലും പ്രയോഗങ്ങളിലും കരുതലുള്ളവരാകണമെന്നും കാന്തപുരം പറഞ്ഞു. വെള്ളാപ്പള്ളി മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ച സംഭവത്തിൽ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചില്ല. അതേസമയം മലപ്പുറത്തും കാസർഗോഡും സ്കൂളുകൾ അനുവദിക്കാത്തത് മതപരമായ കാരണങ്ങൾ കൊണ്ടല്ലെന്ന് മന്ത്രി പ്രതികരിച്ചു. എനിക്ക് അതിൻ്റെ നിങ്ങൾ ചോദിച്ച കാര്യങ്ങളുടെ വസ്തുത അറിയാതെ ഞാനൊരു മറുപടി പറയുന്നത് ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ല ചോദിച്ചത്. കഴിഞ്ഞ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം ഒരാൾക്കും പുതിയ സ്കൂള് അനുവദിച്ചു കൊടുത്തിട്ടില്ല. എല്ലാവരെയും ഒരുപോലെ കണ്ട ശ്രീനാരായണ ഗുരുവിന്റെ കസേരയിലാണ് ഇരിക്കുന്നതെന്ന് വെള്ളാപ്പള്ളിക്ക് ഓർമ്മ വേണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പ്രതികരിച്ചു. വെള്ളാപ്പള്ളിക്ക് തെറ്റുപറ്റിയാൽ തിരുത്തേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണെന്നും മുരളീധരൻ പറഞ്ഞു. അത് അദ്ദേഹത്തിനെ കൊണ്ട് തിരുത്തിക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല? എത്രയും നല്ല ബന്ധമുണ്ടായിട്ട് അതിൽ CPM-ന് ഉത്തരവാദിത്വം ഉണ്ടാക്കാര്യത്തിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയെ മതേതരവാദി എന്ന് വിശേഷിപ്പിച്ച രീതി ശരിയായിരുന്നോ? അതേസമയം വെള്ളാപ്പള്ളി വിഷയത്തിൽ പ്രതികരിക്കാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തയ്യാറായില്ല. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.